എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വിയറ്റ്നാമിലെ ഹനോയ് എന്ന് പേരുള്ള ഒരു സിറ്റിയിലാണ് കേട്ടോ ഉള്ളത്. ഇന്ന് രാവിലെയാണ് കേട്ടോ ഞങ്ങൾ ഹനോയിലേക്ക് എത്തിയത്. ഏകദേശം ഉച്ചയൊക്കെ ആയതോടുകൂടി ഞങ്ങൾ ഇവിടുത്തെ ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ എടുത്തായിരുന്നു. ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറിൽ ഒരു സ്റ്റോപ്പായിട്ടുള്ള സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത്. ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ക്ലോസ് ചെയ്തേക്കാണെങ്കിലും സൈഡിൽ കൂടെ അകത്തേക്ക് കയറാമെന്ന് ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നു. അതനുസരിച്ച് ഞങ്ങൾ സൈഡിൽ കൂടെ ഒന്ന് അകത്തേക്ക് കയറി നോക്കുകയാണ്. ഈ കത്തീഡ്രലിൻ്റെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങളൊന്ന് ഞെട്ടി. ഇതിൻ്റെ പുറത്തടിച്ചേക്കണം നരച്ചൊരു സിമെൻറ്റിൻ്റെ കളറൊക്കെ വെച്ചും കൊണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിച്ചത്. ഇതിപ്പോഴും കുർബാനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കത്തീഡ്രലാണ്. കുർബാനയ്ക്കുള്ള സമയം എന്തെങ്കിലും ആയതും കൊണ്ടാണോന്നാവോ പുറത്ത് പള്ളിമണി അടിക്കുന്ന സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് പള്ളിയുടെ അകത്ത് ടൂറിസ്റ്റുകൾ മാത്രമാണ് കേട്ടോ ഉള്ളൂ. അകത്ത് ചെറിയ സൗണ്ടിൽ ഭക്തിഗാനങ്ങളും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഏതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയും നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ അകം ഒരുക്കി വച്ചേക്കണത്. ഇങ്ങനെ ചുറ്റൊരു നോട്ടം നോക്കിയാലാണ് ഈ കത്തീഡ്രലിൻ്റെ വലിപ്പവും ഭംഗിയെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അകത്ത് വന്നേക്കണ പല ടൂറിസ്റ്റുകളും നേർച്ചയിടുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണ തിരക്കിലാണ് കേട്ടോ. പിന്നെ 2025 ഏപ്രിലിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനിരുന്നേർന്ന കാർലോ അക്യൂട്ടീസിൻ്റെ തിരുശേഷിപ്പ് ഈ പള്ളിയിലുണ്ട് കേട്ടോ. ഏപ്രിലിൽ മാർപ്പാപ്പ മരിച്ചതും കൊണ്ട് ഈ ഒരു ചടങ്ങ് പിന്നീടത്തേക്ക് മാറ്റി വച്ചേക്കാണ്. ഒരു പുതുതലമുറ വിശുദ്ധൻ എന്നുള്ള രീതിയിലാണ് കാർലോ അക്യൂട്ടീസ് അറിയപ്പെടുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് വന്ന് അതിലേക്ക് കയറി. ഞങ്ങൾ പള്ളിയിൽ കയറുന്ന സമയത്ത് തന്നെ മഴ അത്യാവശ്യം നന്നായിട്ടൊന്ന് കനത്തേർന്നു. ഹനോയ് സെറാമിക് മൊസൈക്ക് മ്യൂറൽസ് ആണ് നമ്മൾ ഈ റോഡ് സൈഡിലെല്ലാം കാണുന്നത്. ഏകദേശം 6.5 കിലോമീറ്ററാണ് മ്യൂറൽസ് ഉള്ള ഈ മതിലിൻ്റെ നീളം. (2007 തൊട്ട് 2010 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ മ്യൂറൽ മതിലുകളുടെ പണി നടന്നത്. ഈ ഒരു മതിലിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഈ മതിലൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെറാമിക് മൊസൈക്ക് എന്നുള്ള വേൾഡ് റെക്കോർഡാണ് ഈ മതിലിന് കിട്ടിയേക്കണത്. കുറച്ചു നേരം ഓടിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് എത്തി. ഈ സ്റ്റോപ്പിൽ ഞങ്ങൾ മാത്രമാണല്ലോ ഇറങ്ങാനായിട്ടുള്ളൂ. പിന്നെ ഈ ബസ്സിലും കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല.
റാൻ കോക്ക് പക്കോട എന്ന് പറഞ്ഞൊരു അട്രാക്ഷൻ കാണാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. ഹനോയിൽ ഏറ്റവും പഴക്കമുള്ള ബുദ്ധൻ്റെ ടെമ്പിളാണിത്. ആറാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഈ ഒരു അമ്പലം പണിതത്. അതായത് ഇപ്പം ഏകദേശം ഒരു 1500 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ ടെമ്പിളിന്. ഇവിടെയുള്ളൊരു വളരെ ചെറിയൊരു ഐലൻഡിലാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യണത്. കുറച്ചു നേരത്തേക്ക് മഴ വിട്ടു നിന്നെങ്കിലും ഇപ്പം വീണ്ടും പെയ്തു തുടങ്ങി. ഞങ്ങൾ നടന്നപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രി ഗേറ്റിലേക്ക് എത്തി. ഇതിൻ്റെ അകത്ത് പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ. ഒന്ന്, നമ്മുടെ ഷോൾഡർ മറയ്ക്കണം. അതുകൂടാതെ ഷോർട്സ് ഉപയോഗിക്കരുതെന്നുമാണ് ഇവിടെ പ്രധാനമായിട്ടും പറയണത്. ഈ കാണുന്ന 11 നിലയുള്ള സ്തൂപമാണ് ഇവിടെ വന്നെ ഏതൊരാളുടെയും കണ്ണിൽ ആദ്യം പെടുന്നത്. ബാവോ താപ്പ് എന്നാണ് ഈ സ്തൂപം അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓരോ നിലകളിലും 6 ജനൽ മാതിരിയത്തെ ഓപ്പണിങ്ങുകളാണുള്ളത്. ഇതിലെ എല്ലാ ഓപ്പണിങ്ങുകളിലും ബുദ്ധൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന എല്ലാ ടൂറിസ്റ്റുകളുടെ മെയിൻ ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ ഈ ഒരു സ്തൂപം. ടൂറിസ്റ്റുകളെ കൂടാതെ പ്രാർത്ഥിക്കാനായിട്ട് കുറേയധികം ആളുകളും ഇവിടെ വന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഈ അമ്പലത്തിലെ കോമ്പൗണ്ടിലെ തന്നെ വേറൊരു പോർഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തണത്. ഇങ്ങോട്ട് വന്നതോടുകൂടി ഇവിടെ ചെറിയ രീതിയിലൊക്കെ തിരക്കുണ്ട് കേട്ടോ. ദ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗമുണ്ട് അത്. തുവോങ് ഡി എന്നാണ് ഈ ഭാഗം ഒഫീഷ്യലി അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം അവരെ ശല്യപ്പെടുത്താണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു സംഭവത്തിൻ്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഇതെന്താണെന്നുള്ള കാര്യമായിട്ടുള്ള ഇൻഫർമേഷനൊന്നും ഇവിടെ ഇംഗ്ലീഷിൽ കൊടുക്കാത്ത കാരണം വെറുതെ ഞാനിതൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തുകാരോട് ഇത് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തുകാർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്നുള്ളൊരു കെണിയും കൂടിയുണ്ട്. അമ്പലത്തിൻ്റെ മെയിൻ ഏരിയയിൽ നിന്ന് ആളുകൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി കഴിഞ്ഞതോടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെത്തിയത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ ചന്ദനത്തിരിയൊക്കെ കത്തിക്കണ മാതിരിത്തെ എന്തോ സാധനങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മണവും ഈ പരിസരത്തെല്ലാം നിറഞ്ഞൊക്കെയുണ്ട്. ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ട് വിഗ്രഹങ്ങളാണ് നിരത്തി വെച്ചേക്കണത്. ഈ പരിസരത്തെല്ലാം ഇരുന്നാണ് നേരത്തെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ നീങ്ങി എന്ന് കൊടുത്തത്. അമ്പലത്തിൽ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ച് നടക്കാണ്. റോട്ടിലേക്ക് എത്തി അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്ത ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് കിട്ടി. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിനോട് ചേർന്നാണ് വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളും എല്ലാം ഉള്ളത്. നമ്മൾ ഈ കാണുന്നതാണ് വിയറ്റ്നാമിലെ പ്രസിഡൻഷ്യൽ പാലസ്. സെൻട്രൽ ഓഫീസ് ഓഫ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പരിസരത്ത് തന്നെയായിട്ടാണ് ഉള്ളത്.
ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് വിയറ്റ്നാമിലെ നാഷണൽ അസംബ്ലി ബിൽഡിംഗ്. വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഹോച്ചിമിൻ മുസോളിയം ഈ പരിസരത്തായിട്ടാണ് സ്ഥിതി ചെയ്യണത്. അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ ഹോപ്പ് ഓൺ ഹോപ്പ് ബസിൻ്റെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തി.